വിശദമായ വാർത്തയിലേക്ക്. തമിഴ്നാട് തീരത്ത് കനത്ത നാശം വിതച്ച് വർധ ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. കൊടുങ്കാറ്റിൽ 7 പേർ മരിച്ചു, നിരവധി വീടുകൾ തകർന്നു. റെയിൽ റോഡ് ഗതാഗതം താറുമാറായ അവസ്ഥയിലാണ്. വർധ ചെന്നൈ തീരം കടന്നുവെങ്കിലും നഗരത്തിൽ കനത്ത കാറ്റും മഴയും തുടരുകയാണ്. ആന്ധ്ര, തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെന്നൈയിലെ തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിലാണ് ഇന്നുച്ചയോടെ വർധ പ്രധാനമായും ആഞ്ഞുവീശിയത്. മണിക്കൂറിൽ 130 മുതൽ 150 കിലോമീറ്റർ വേഗത്തിലായിരുന്നു വർധ തീരത്തേക്കടുത്തത്. ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയതോടെ തമിഴ്നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ റെയിൽ, റോഡ്, വ്യോമഗതാഗതങ്ങൾ താറുമാറായി. കാറ്റിന്റെ വേഗത കൂടിയതോടെ വൻ കെട്ടിടങ്ങളും മരങ്ങളും നിലംപതിച്ചു. കാറ്റിന്റെ ശക്തി കൂടുന്നതിനാൽ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകി. കാറ്റ് നാശനഷ്ടങ്ങൾ വിതച്ചതോടെ ചെന്നൈയിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് പുറപ്പെടേണ്ട നിരവധി ട്രെയിനുകൾ റദ്ദു ചെയ്തു. അടുത്ത 36 മണിക്കൂർ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുതെന്നും ദുരന്ത നിവാരണ സേന നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സർക്കാർ അറിയിച്ചു. സാഹചര്യങ്ങൾ നേരിടുവാൻ 200-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളും സർക്കാർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. വർധ ചുഴലിക്കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ സ്കൂളുകളും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. അതിനാൽ വൻ ദുരന്തമൊഴിവായി. വർധ ചെന്നൈയിലും തീരപ്രദേശങ്ങളിലും ആഞ്ഞുവീശി ആന്ധ്രയുടെ തീരത്തേക്കാണ് വീശിയകന്നത്. എന്നാൽ ഇതുവരെയും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആന്ധ്രയിലും ദുരിതാശ്വാസത്തിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. വർധ കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിലെ ജനജീവിതം സാധാരണ നിലയിലാക്കാൻ എല്ലാ സഹായവും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. തമിഴ്നാട്ടിലെ മലയാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി തമിഴ്നാട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള യാത്ര പുനഃക്രമീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല നടത്താൻ LDF യോഗം തീരുമാനിച്ചു. ഈ മാസം 29-ന് വൈകിട്ടാകും പരിപാടി നടത്തുക. മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗം തീരുമാനിച്ചു. സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കാൻ LDF സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഡിസംബർ 29-ന് വൈകിട്ട് 5 മണിക്ക് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ബഹുജനങ്ങളെ അണിനിരത്തും. പ്രചരണത്തിന്റെ ഭാഗമായി ഡിസംബർ 20-ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ജനകീയ കൺവെൻഷൻ ചേരും. 22-ന് കാൽനട പ്രചരണ ജാഥകളും 27, 28 തീയതികളിൽ വീടുകൾ കയറിയുള്ള പ്രചരണ പ്രവർത്തനവും നടത്തും. നമ്മുടെ നാട്ടിൽ ഈ ജനകീയ പ്രശ്നങ്ങൾ നാട്ടിലെ ജനങ്ങളുടെയാകെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഡിസംബർ 29-ാം തീയതി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു മനുഷ്യച്ചങ്ങല തീർക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും പങ്കെടുപ്പിക്കണം എന്നുമാണ് താല്പര്യപ്പെടുന്നത്. പ്രതിപക്ഷം സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ മനുഷ്യച്ചങ്ങലയിൽ അവരെയും ഭാഗവാക്കാക്കും. നിലമ്പൂരിലെ മാവോയിസ്റ്റുകളുടെ ഏറ്റുമുട്ടൽ കൊലപാതകം LDF യോഗം ചർച്ച ചെയ്തില്ലെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. പിണറായിക്കെതിരെ മധ്യപ്രദേശിൽ നടന്ന സംഭവത്തിൽ LDF സംസ്ഥാന സമിതി യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് അസാധുവാക്കലിനു ശേഷം ഇതുവരെ റിസർവ് ബാങ്കിൽ പുറത്തിറക്കാനായത് 5 ലക്ഷം കോടി രൂപയുടെ പുതിയ നോട്ടുകൾ മാത്രം. അസാധുവാക്കിയ നോട്ടുകളുടെ മൂല്യത്തിന്റെ 1/3 മാത്രമാണിത്. പ്രധാനമന്ത്രി പറഞ്ഞ സമയപരിധി ഡിസംബർ 30-ന് അവസാനിക്കാനിരിക്കെ വരും ദിവസങ്ങളിൽ കറൻസി ദൗർബല്യം കൂടുതൽ രൂക്ഷമായേക്കും. നവംബർ 8-ന് പ്രധാനമന്ത്രി അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലൂടെ അസാധുവാക്കിയത് 15.5 ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന 1000, 500 രൂപ നോട്ടുകൾ. പ്രഖ്യാപനം കഴിഞ്ഞ് 33 ദിവസം പിന്നിട്ടപ്പോഴേക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറത്തിറക്കാനായത് 5 ലക്ഷം കോടി രൂപയുടെ പുതിയ കറൻസികൾ മാത്രം. അസാധുവാക്കിയ നോട്ടുകളുടെ 1/3 അസാധുവാക്കുന്നതിന് മുൻപേ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന 2 ലക്ഷം കോടി രൂപയുടെ കറൻസികൾ കൂടി ചേർത്താൽ 7 ലക്ഷം കോടിയുടെ കറൻസികൾ മാത്രമാണ് ഇപ്പോൾ വിനിമയം നടക്കുന്നത്. പ്രതിദിനം 12,000 കോടി മുതൽ 15,000 കോടി രൂപയുടെ കറൻസികൾ വരെ അച്ചടിക്കാനുള്ള ശേഷിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളത്. ഇത് പരിഗണിച്ചാൽ ഡിസംബർ 30 വരെ 2.5 ലക്ഷം കോടി രൂപയുടെ പുതിയ നോട്ടുകൾ കൂടി മാത്രമായിരിക്കും പുറത്തിറക്കാൻ കഴിയുക. നിലവിലുള്ള 7 ലക്ഷം കോടിയും പുതുതായി അച്ചടി പ്രതീക്ഷിക്കുന്ന 2.5 ലക്ഷം കോടിയും ചേർത്താൽ ഡിസംബർ 30 ആവുമ്പോഴേക്കും 9.5 ലക്ഷം കോടിയുടെ കറൻസിയാണ് പരമാവധി പുറത്തിറക്കാനാവുക.
നോട്ട് നിരോധനത്തിന് മുൻപ് 17 ലക്ഷം കോടിയുടെ കറൻസി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഡിസംബർ 30 ആവുമ്പോഴേക്കും ഉണ്ടാവുക പകുതിയോളം, അതായത് 9.5 ലക്ഷം കോടിയുടെ കറൻസികൾ മാത്രമാകും. പകുതിയോളം കറൻസിയുടെ കുറവ് വരുന്നത് സമ്പദ്ഘടനയ്ക്ക് ഗുരുതര ആഘാതം ഏൽപ്പിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ജനുവരി 1 അടുക്കുമ്പോഴേക്കും സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ്. ആ ശമ്പളത്തിന് കറൻസി ആവശ്യമാണ്. ആ കറൻസി എത്രയും വേഗം അടിച്ചു തീർക്കാനുള്ള ഒരു തത്രപ്പാട്, ഒരു പരിഭ്രാന്തമായ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 30 ആകുമ്പോഴേക്കും എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കുമെന്നും പിന്നീട് മാറ്റം കണ്ടറിയാമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ ആ മാറ്റം സമ്പദ്ഘടനയ്ക്ക് അനുകൂലമാകില്ല എന്നതിലേക്കാണ് നിലവിലെ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ദില്ലിയിൽ നിന്നും എം സന്തോഷ്. ഗാനഗന്ധർവന്റെ ശബ്ദത്തിലുള്ള ഹരിവരാസനം പാടിയാണ് ശബരിമലയിൽ ഓരോ ദിവസവും നടയടയ്ക്കുന്നത്. ശബരിമലയിലെ ദൈനംദിന പൂജകളോളം തന്നെ പ്രാധാന്യമുണ്ട് ഹരിവരാസനത്തിന്. അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം പാടി തുടങ്ങിയാൽ തീർത്ഥാടകരും അതോടൊപ്പം തന്നെ പ്രകൃതിയും നിശ്ചലമായി അത് കേട്ടു നിൽക്കും. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം. അയ്യനുറങ്ങിയാൽ പിന്നെ എല്ലാം നിശബ്ദമാണിവിടെ. ഹരിവരാസനം പാടുമ്പോൾ തൊഴുകൈകളോടെയും നിറ കണ്ണുകളോടെയുമാണ് ഓരോ അയ്യപ്പ ഭക്തനും സന്നിധാനത്ത് നിൽക്കുന്നത്. ഹരിവരാസന സമയത്ത് പ്രകൃതി പോലും നിശ്ചലമായി അതിൽ അങ്ങനെ ലയിച്ചു നിൽക്കും. ഭഗവാന്റെ രൂപഭാവങ്ങളെ വർണ്ണിക്കുന്ന ഹരിവരാസനം ആദിതാളത്തിൽ മധ്യമാവധി രാഗത്തിൽ സംസ്കൃത പദങ്ങളാൽ ചിട്ടപ്പെടുത്തിയ 16 പദങ്ങളാണ്. അതിൽ 7 പദങ്ങൾ മാത്രമാണ് ഭഗവാനെ ഉറക്കാൻ വേണ്ടി പാടുന്നത്. ഉച്ചഭാഷണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദത്തിൽ കേൾക്കുന്ന രീതിയിലല്ല ശ്രീകോവിലിനകത്തെ ഹരിവരാസനം. ഹരിവരാസനം കഴിഞ്ഞ് അയ്യപ്പൻ ഉറങ്ങി. ഇനിയുള്ള 4 മണിക്കൂർ പ്രകൃതിയും ശാന്തം. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ബിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. സ്പോർട്സ് വാർത്തയിലേക്ക്. ലോക ഫുട്ബോളർക്കുള്ള ബാലൻ ഡിയോർ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ് നിലവിൽ സാധ്യത കൽപ്പിക്കുന്നത്. പോർച്ചുഗലിനെ യൂറോ കപ്പ് ചാമ്പ്യൻ പട്ടത്തിലേക്കും റയൽ മാഡ്രിഡിനെ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്കും നയിച്ചതാണ് ക്രിസ്ത്യാനോയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഘടകം. ഫിഫയുമായി കരാർ അവസാനിപ്പിച്ചതിനാൽ സ്വന്തം നിലയ്ക്കാണ് ബാലൻ ഡിയോർ വാരിക ഇത്തവണ പുരസ്കാരം നൽകുക. ഇത്തവണ ലഭിച്ചാൽ ക്രിസ്ത്യാനോയുടെ 4ാം പുരസ്കാര നേട്ടമാകും അത്. 5 തവണ നേടിയ ലയണൽ മെസ്സിയാണ് ക്രിസ്ത്യാനോയ്ക്ക് മുന്നിൽ.